ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകം നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷഫലങ്ങളാണ്. ഇതിലെടുത്ത് പറയേണ്ടത് മകം നക്ഷത്രക്കാർക്ക് 2026 ആണ്ട് കൂടുതൽ അനുകൂലമായിട്ടാണ് കാണുന്നത്. എന്നാൽ നിങ്ങൾക്ക് ചില അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവും. ആലോചിക്കാതെ ഉള്ള എടുത്തുചാട്ടങ്ങളൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും. സഹായ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും പാലിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് കുറച്ച് മാനസിക സംഘർഷമൊക്കെ നിങ്ങൾക്കുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഒരുവിധം പരിഹരിച്ച് പോകുന്നതാണ്. സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പുതിയ വഴികളൊക്കെ കണ്ടെത്തുന്ന അവസരം കൂടി ഉണ്ടാവും. ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലർക്കൊക്കെ പിതാവിൻ്റെ സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരുന്ന അവസ്ഥയുണ്ടാവും. ആരോഗ്യ സംബന്ധമായിട്ട് അനുഭവപ്പെട്ടിരുന്ന അസ്വസ്ഥതകളൊക്കെ ഒരുവിധം മാറിക്കിട്ടും. ശരീരം പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരും. കുടുംബക്ഷേമത്തിനായി നിങ്ങൾ അഹോരാത്രം പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ അലസത മൂലം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങൾക്കും മുടക്കം സംഭവിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവും. നിങ്ങൾ ചതിയിൽപ്പെടാൻ യോഗമുള്ള ഒരു സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം കൊണ്ട്. ചെക്കിലോ ബോണ്ടിലോ ഒക്കെ ഒപ്പിടുമ്പോൾ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്കൊക്കെ വേണ്ടി പണം മുടക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അപ്രതീക്ഷിത ധനലാഭം നിങ്ങൾക്ക് കാണുന്നുണ്ട്. നനച്ചിരിക്കാത്ത നേരത്ത് ധനലാഭം ഉണ്ടാകുന്നുണ്ട്. ധനയോഗം കാണുന്നുണ്ട്. ദൂരയാത്രകളൊക്കെ നിങ്ങൾ ഈ സമയത്ത് ഒന്ന് ഒഴിവാക്കുന്നത് ഗുണകരമായിരിക്കും. സർവ്വ സ്വാതന്ത്ര്യത്തോടും കൂടി പുതിയ ചുമതലകളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയും ഈ സമയത്ത് ഉണ്ടാവും. സുഹൃത്തുക്കളിൽ നിന്നൊക്കെ സഹായം ഉണ്ടാവുന്ന സമയമാണ് ഈ മകനക്ഷത്രക്കാർക്ക് ഈ 2026 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസം. ഊഹക്കച്ചവടത്തിൽ വേണ്ട വിധം ഗുണാനുഭവങ്ങൾ ഉണ്ടാകത്തില്ല. നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിലൊക്കെ പൊതുവൊരു സമാധാനപരമായിട്ടൊക്കെയാണ് കണ്ടുപോകുന്നത്. തൊഴിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. കുടുംബത്തിൽ നാളിതുവരെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ജനുവരി ഫെബ്രുവരി മാസം. അതുപോലെ തന്നെ ചില ദുഷ്ചിന്തകളൊക്കെ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കും. ഫെബ്രുവരി അവസാനമൊക്കെ ആകുമ്പോൾ സാമ്പത്തികമായിട്ട് അത്ര മെച്ചപ്പെട്ട സമയമായി മാറുന്നതല്ല. സാമ്പത്തികമായിട്ട് കുറച്ച് കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആകുന്നതാണ്. അത് ദൂർത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയത് കൊണ്ടൊക്കെയാണ്, അല്ലെങ്കിൽ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കൊണ്ടാവാം അങ്ങനെ വരുന്നത്. ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾ അതീവ ജാഗ്രത പുലർത്തുന്ന സമയമാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ മാർച്ചോടുകൂടിയൊക്കെ ആകുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് മാറുന്നതാണ്. ഫെബ്രുവരി മാസം അവസാനമൊക്കെ അപ്പോൾ ജോലിഭാരം കുറച്ചധികമായിട്ട് അനുഭവപ്പെടും. ആ സമയത്ത് ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വന്നു ചേരുന്ന അവസരങ്ങളൊക്കെ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ട അവസരം കൂടിയാണ്. വ്യാപാരത്തിലൊക്കെ മികച്ച തുടക്കം കിട്ടിയതിനാൽ കൂടുതൽ പണം മുടക്കുവാൻ നിങ്ങൾ തീരുമാനിക്കും. ബിസിനസ്സൊക്കെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിക്കും. വിദ്യാർത്ഥിനികൾക്കൊക്കെ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷകൾ നന്നായിട്ട് ശോഭിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. അതുപോലെ ലോട്ടറി പോലുള്ള വസ്തുക്കളിൽ നിന്നൊക്കെ ധനം പ്രതീക്ഷിച്ചിരിക്കാതെ ധനം ലഭിക്കുക, ലോട്ടറി പോലുള്ള വസ്തുക്കളിലൊക്കെ ഭാഗ്യം പരീക്ഷിക്കാൻ പറ്റുന്ന സമയമാണ്. അങ്ങനെയും ധനം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു. നിങ്ങൾ വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന സമയം കൂടിയാണ്. ചിലരുടെ കുടുംബത്തിലൊക്കെ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നു. നിങ്ങൾ ഈ ജനുവരി ഫെബ്രുവരി ജനുവരി മാസങ്ങളിലേക്ക് ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും സൽഫലങ്ങളുടെ മാറ്റു വർദ്ധിക്കുവാനായിട്ട് നിങ്ങൾ നിത്യേന ലളിതാ സഹസ്രനാമം ഉരുവിടുന്നത് ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ എല്ലാ തിങ്കളാഴ്ചയും ശനിയാഴ്ചയൊക്കെ ശിവക്ഷേത്രം ദർശിക്കുക. ശിവഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുക. ശിവൻ്റെ ചരണങ്ങൾ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹത്താൽ കാലം ഒരുവിധം മംഗളമായി മാറും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.